ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പിക്സൽവേഴ്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോ മൈനിങ് പ്രൊജക്റ്റുമായിട്ടാണ്. അപ്പോൾ 2 ദിവസം മുന്നേ ഇത് ഞാൻ എൻ്റെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും ഫസ്റ്റ് ടെലഗ്രാമിലാണ് വരുന്നത്. അതുപോലെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ഈ പിക്സൽവേഴ്സ് എന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിം ഒരു ഫൈറ്റിംഗ് ഗെയിമാണ്. നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ടെലഗ്രാം ബോട്ട് യൂസ് ചെയ്തിട്ട് ഈ പിക്സൽവേഴ്സിൻ്റെ ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന ടാപ്പ് ചെയ്യുന്ന പ്രോജക്റ്റ് മാത്രമല്ല, ഇതിൽ ഗെയിമും കാര്യങ്ങളൊക്കെ തന്നെ കളിക്കാൻ പറ്റും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് വീഡിയോയിൽ. നല്ല ലിസ്റ്റ് ആവുമെന്ന് 100 അല്ല 110% ഉറപ്പുള്ള പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുക, മൈൻ ചെയ്യുക, നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത്ര ഉറപ്പിച്ച് ലിസ്റ്റ് ആവുമെന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഒരു ബൈബിറ്റുമായിട്ട് ഒരു ഇവൻറ്റ് നടത്തി കഴിഞ്ഞ്, ഒരു പാർട്ട്ണർഷിപ്പ് നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ ബിറ്റ്ഗെറ്റ് വാലറ്റുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ട്വിറ്റർ പോസ്റ്റുകളുടെ അടിയിൽ ടോൺ വന്ന് കമൻറ്റ് ചെയ്യും, റിയാക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ടോൺ ബ്ലോക്ക് ചെയിൻ വന്ന് എല്ലാ കാര്യങ്ങളും ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല പ്രൊജക്റ്റാണ് എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇതെങ്ങനെ മൈൻ ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറഞ്ഞു തുടങ്ങാം. എന്നാണ് വിഡ്രോവൽ? മൈനിങ് ചെയ്യുന്നതിന് മുമ്പേ അറിയേണ്ടതാണ് എന്നാ വിഡ്രോവൽ എന്നുള്ള കാര്യം. അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, മൈൻ ചെയ്യുന്ന സ്റ്റേജിൽ മാക്സിമം മൈൻ ചെയ്യാൻ ശ്രമിക്കുക. നല്ല പ്രൊജക്റ്റുകൾ കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷം വിഡ്രോവൽ വരുമ്പോൾ വിഡ്രോ അടിക്കുക. വിഡ്രോവൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടൊരു കാര്യം ഉണ്ടാവില്ല, മൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ബൈബിറ്റിലൊക്കെ പിക്സൽവേഴ്സിൻ്റെ ഇവൻറ്റ് നടക്കുന്ന ജൂലൈ 1 വരെയാണ്. അപ്പോൾ അതിനുശേഷം ലിസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം മൈൻ ചെയ്യാൻ ശ്രമിക്കുക. പിക്സൽവേഴ്സിൻ്റെ കോയിൻ മൈൻ ചെയ്യാൻ വേണ്ടി പിക്സൽവേഴ്സിൻ്റെ ടെലഗ്രാം ബോട്ട് വേണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൽ 2 ദിവസം മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണെങ്കിൽ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലേക്കാണ് വരിക. ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലോഞ്ച് ബോട്ട് എന്ന് പറയുന്ന ബട്ടൺ വരും. ലോഞ്ച് ബോട്ട് കൊടുക്കുക, അതിന് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പിക്സൽവേഴ്സിൻ്റെ പിക്സൽ ടാപ്പ് എന്ന് പറയുന്ന ബോട്ട് ഓപ്പണായി വരുന്നതാണ്. നമ്മുടെ ചാനലിലൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് 30,000 കോയിൻസ് കയറുമ്പോൾ തന്നെ ബോണസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് നോക്കി പോകാം. ഫസ്റ്റത്തെ ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടാപ്പ് ചെയ്യാനുള്ളൊരു കോയിൻ കാണാൻ പറ്റും. ടാപ്പൊക്കെ പോലെ ജസ്റ്റ് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലൊരു ക്ലെയിം എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ടൈം കൂടുന്തോറും ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വാല്യൂ ഇങ്ങനെ ആഡ് ആയിക്കോളും. ഡെയിലി ഇൻകം കൂടുന്തോറും നിങ്ങൾക്ക് ഒരു ദിവസം, എനിക്കിപ്പോൾ ഈ ഒരു പുതിയ അക്കൗണ്ടിൽ കിട്ടുക 1,08,000 കോയിനാണ്. അതങ്ങനെ കൂട്ടുന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കേണ്ട, ജസ്റ്റ് ക്ലെയിം അടിച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ ബാലൻസ് അപ്പോൾ തന്നെ ബാലൻസിലേക്ക് ആഡ് ആവും. 36,000 30,000 ഇപ്പോൾ ജോയിൻ ചെയ്തതിൻ്റെ ബോണസും അതുപോലെ തന്നെ 6,000 ഇതിൽ ആഡ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. താഴെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നുണ്ട്. ഒരു ദിവസം 1,08,000 ഇപ്പോഴത്തെ നിലയ്ക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് കിട്ടുക. അങ്ങനെ കൂട്ടുക എന്നൊക്കെ പറഞ്ഞു തരാം. അതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ സെക്ഷനായ ഇൻവൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്താൽ, ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 2,000 പോയിൻറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ടെലഗ്രാം പ്രീമിയം എടുത്ത ആളാണെങ്കിൽ 10,000 പോയിൻറ്റ്സ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഫൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയാൽ നമ്മളുടെ പെറ്റ് ഇതാണ്. നമ്മളുടെ പെറ്റിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്ഗ്രേഡ് ചെയ്താൽ നമ്മളെ പെറ്റിൻ്റെ പവർ കൂടും. എത്രത്തോളം പവർ കൂടുന്നു അത്രത്തോളം നമുക്ക് ഈ ഗെയിം കളിച്ച് ജയിക്കാനുള്ള ചാൻസ് കൂടും. അപ്ഗ്രേഡ് ചെയ്യാൻ എത്ര കോയിൻസ് വേണം? 5,000 കോയിൻ കൊടുത്താൽ ഒരു ലെവൽ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് അപ്ഗ്രേഡ് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ പെറ്റിൻ്റെ ലെവൽ അപ്ഗ്രേഡ് ആകും. അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്നതിന് മുമ്പ് തന്നെ പെറ്റിനെ അപ്ഗ്രേഡ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗെയിമിൽ ഡിഫീറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കുറച്ച് പോവും. വിൻ ചെയ്യുകയാണെങ്കിൽ പോയിൻറ്റ്സ് നല്ലപോലെ കിട്ടും. അതാണ് നിങ്ങൾക്ക് ഗെയിം കളിച്ചും ഇതിലൂടെ പോയിൻറ്റ്സ് ഉണ്ടാക്കാൻ. ജസ്റ്റ് ടാപ്പിംഗ് മാത്രമല്ല, അതാണ് ഈ ഒരു പ്രൊജക്റ്റിനെ വ്യത്യസ്തമാക്കുന്ന വേറൊരു ഘടകം. ഓക്കെ, ഈ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നൊരു ഘടകം ഇത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഫൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗെയിം കളിക്കാം. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് വരുന്ന റിയൽ പ്ലെയർ തന്നെ ആയിരിക്കും. നമ്മളെപ്പോലെ മൈൻ ചെയ്യുന്ന വേറൊരു പ്ലെയർ ആയിരിക്കും കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഐഡിയും പെറ്റ് ഏതാണെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും, നമ്മൾ ഓപ്പണൻറ്റിൻ്റെ. അതിനുശേഷം ഇവിടെ ഒരു റൗണ്ട് കാണാൻ പറ്റും. ആ റൗണ്ട് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് എവിടെയാണോ ആ റൗണ്ട് അപ്പിയർ ആവുന്നത് അവിടെ എത്ര പെട്ടെന്ന് പറ്റും അത്രയും സ്പീഡിൽ ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ എനിമിയുടെ ലൈഫ് കുറഞ്ഞു പോകുന്നതും ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ലൈഫ് കുറയുന്നതും. നമ്മളുടെ എനിമി അപ്പുറത്ത് അയാളുടെ ഫോണിൽ ടാപ്പ് ചെയ്യുന്നതോറും നമ്മളെ ലൈഫ് ഇങ്ങനെ കുറയും. അപ്പോൾ അയാൾ ടാപ്പ് ചെയ്ത് തോപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പെറ്റ് അപ്ഗ്രേഡ് ആകുന്നതോറും നമുക്ക് ഓരോ ടാപ്പിന് കിട്ടുന്ന ഡാമേജും ഒക്കെ തന്നെ കൂടും. അപ്പോൾ പെറ്റിനെ മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് ഈ ഗെയിം വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടാപ്പിംഗ് സ്പീഡ്, കൈയിൻ്റെ ടാപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഇവിടെ വളരെയധികം ഒരു അഡ്വാൻറ്റേജ് വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ വിക്ടറി ആയപ്പോൾ നമുക്ക് റിവാർഡായിട്ട് 1000 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി വേണം ന്യൂ ഗെയിം അടിച്ച് അടുത്ത ഗെയിം കളിക്കാം. ഇവിടെ നിങ്ങൾ ഡിഫീറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു പോയിൻ്റ് കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഡിഫീറ്റ് ആവാതെ നോക്കുക. അതിനുശേഷം ഇവിടെ ഒരു ബൈ പെറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ബൈ പെറ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെറ്റിനെ വാങ്ങിക്കാൻ പറ്റും. 10,000 കോയിൻ കൊടുത്താൽ ഒരു പെറ്റിനെ മേടിക്കാം. ഓരോ പെറ്റിനും ഓരോ ടൈപ്പ് എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഗെയിം കളിച്ച് മനസ്സിലാക്കുക. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വീഡിയോ ഡിലേ ആക്കുന്നില്ല. റാൻഡം ആയിട്ടുള്ളൊരു പെറ്റിനാണ് കിട്ടുക. നമുക്ക് ചൂസ് ചെയ്ത് മേടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ റാൻഡം ആയിട്ട് കിട്ടുന്ന പെറ്റിന് കുറേ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്ഗ്രേഡ് ചെയ്യുന്നതോറും ആ പെറ്റ് ബെറ്ററായി വരും. നമുക്ക് ഗെയിം കളിച്ച് ഈസി ആയിട്ട് തന്നെ വിൻ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം ഗെയിം കളിക്കുന്നതോറും നിങ്ങൾക്ക് മാക്സിമം ഏണിങ്സും ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ഫൈറ്റിൻ്റെ സെക്ഷൻ. അതിനുശേഷമുള്ളത് ടോപ്പ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഇത് റെഫറലിൻ്റെ ലീഡർ ബോർഡാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നവർക്ക് ഇവർ ഓരോ കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. USD 1,10,000 USDT കോയിന്
നമുക്ക് റിവാർഡായിട്ട് കിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുകയാണെങ്കിൽ. അതിലേക്കൊന്നും എത്താൻ പറ്റും തോന്നുന്നില്ല, കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ലക്ഷം പേരെ റെഫർ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് അധികം ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇവിടെ ഇൻവൈറ്റ് സെക്ഷൻ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് 2000 പോയിൻറ്റ്സ് എടുക്കാൻ നോക്കുക മാക്സിമം. അതിനുശേഷം ലാസ്റ്റുള്ള സെക്ഷനാണ് റിവാർഡ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഡെയിലി റിവാർഡ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഡെയിലി കയറുന്തോറും ലോഗിൻ ചെയ്യുന്നതോറും നിങ്ങൾക്ക് റിവാർഡ് കിട്ടും. അത് ഡെയിലി കയറി ക്ലെയിം ചെയ്യാൻ മറക്കരുത്, കാരണം ഓരോ ദിവസം കൂടി വരുന്നുണ്ട്. ഓക്കെ, ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ ആ കോയിന് നമുക്ക് ക്ലെയിം ആയി കിട്ടും. ഓക്കെ, ക്ലെയിം ആയിട്ടുണ്ട്. ക്ലെയിം ആയി കഴിഞ്ഞാൽ ഇവിടെ റിവാർഡ്സിൽ തൊട്ടടുത്ത് തന്നെ ടാസ്ക് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ആ ടാസ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ട്വിറ്ററിൽ ഫോളോ ചെയ്യുക, ഡിസ്കോഡിൽ ഇതാക്കുക, അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ സൈനപ്പ് ചെയ്യുക എന്ന് പറയുന്ന കുറേ ടാസ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡാഷ്ബോർഡിൽ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് പോകണ്ട, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ അവിടെ നിങ്ങൾക്ക് കുറേ ടാസ്കുകൾ കിട്ടും. ഈ ലിങ്കിലൂടെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസ് എമൗണ്ട് അവിടെയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനുവേണ്ടി ഉള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി ചെയ്യുക. അതൊന്നും ഞാൻ ഈ കൂടുതൽ പറയുന്നില്ല, ഇതൊക്കെ സിമ്പിളായ കാര്യങ്ങളായതുകൊണ്ട് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, പിന്നുള്ളൊരു സെക്ഷനാണ് ഡെയിലി ഇൻകം. ഇതെങ്ങനെ കൂട്ടാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ വായിച്ചാൽ മനസ്സിലാവും. ഈ ഡെയിലി ഇൻകം കൂടണമെങ്കിൽ നമ്മൾ ആ ബോട്ടിന് അപ്ഗ്രേഡ് ചെയ്യുക എന്നാണ് ഇവർ പറയുന്നത്. ബോട്ടിന് അപ്ഗ്രേഡ് ചെയ്യുന്നതോറും ഡെയിലി ഇൻകം കൂടും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടെ ജസ്റ്റ് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാണ്. 20,000 അപ്ഗ്രേഡ് ചെയ്യാൻ. അപ്പോൾ ഓരോ ലെവൽ കൂടും, കോയിൻസ് കൂടും അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് ഇവിടെ ഡെയിലി പ്രോഫിറ്റ് ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ 1,68,000 ആയി. അതിനനുസരിച്ച് നമ്മൾ ഇവിടുത്തെ ബാലൻസ് കുറയും കേട്ടോ, പോയിൻസിൻ്റെ ബാലൻസ് കുറയും. അപ്പോൾ നമുക്ക് ഡെയിലി ക്ലെയിം ചെയ്ത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ മാക്സിമം അപ്ഗ്രേഡ് ഗെയിം കളിക്കാൻ നോക്കുക. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ വാലറ്റിൻ്റെ ഒരു സംഭവം കാണാം. ഏറ്റവും മേലെ വാലറ്റിൻ്റെ ഒരു ഐക്കൺ, നമ്മളെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈനാൻസ് വാലറ്റ്, OKX, ബൈബിറ്റ് അങ്ങനെ കുറേ വാലറ്റുകൾ കണക്ട് ചെയ്യാം. ഞാനിവിടെ കാണിക്കുന്നത് ബൈബിറ്റിൻ്റെ ആണ്, കാരണം ഞാൻ ഓൾറെഡി ബൈബിറ്റ് അക്കൗണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും ബൈബിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് നിർബന്ധമാണ് നമുക്ക് ഈ കോയിൻസ് ഒക്കെ വിഡ്രോ കിട്ടിയാൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് KYC ഉള്ള ഒരു എക്സ്ചേഞ്ചാണ് ബൈബിറ്റ് എന്ന് പറഞ്ഞാൽ. 18 വയസ്സായി നമ്മുടെ എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസോ ID കാർഡോ ഉള്ളവരൊക്കെ അവിടെ KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഇടുന്ന വീഡിയോ നോൺ KYC എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടാണ്. KYC ഒന്നും വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇമെയിൽ ID പാസ്വേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റും. അതാണ് ഇതിന് തൊട്ട് പുറകെ വരുന്ന വീഡിയോ. ഓക്കെ, അത് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ബൈബിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈബിറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. yes I have, നമുക്ക് അക്കൗണ്ട് ഉണ്ട്. ഇല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കണ്ടിട്ട് ബൈബിറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. 18 വയസ്സ് കഴിഞ്ഞ ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് yes I have ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ബൈബിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മളെ USDTയുടെ ERC20 വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കാൻ നോക്കാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളെ ബൈബിറ്റ് ഓപ്പൺ ചെയ്യുക. ബൈബിറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് അസറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അസറ്റ്സിലേക്ക് പോവുക. അസറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറേ കോയിൻസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ USDT എന്ന് സെർച്ച് ചെയ്യാം. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ടാണ് വന്നത്. USDT എന്ന് സെർച്ച് ചെയ്യുക. USDT സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും USDT എന്ന് പറയുന്ന ടോക്കൺ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, USDT വന്നു. നമുക്ക് വേണ്ട ERC20 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ERC20 ഇതാ കിടക്കുന്നുണ്ട്. ചെയിൻ കാണാം. ERC20 എന്ന് പറയുന്ന ചെയിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വാലറ്റ് അഡ്രസ്സ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ERC20 USDTയുടെ വാലറ്റ് അഡ്രസ്സ് കാണാൻ പറ്റും. അത് ജസ്റ്റ് കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. ഈ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്നുള്ളിടത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം മെയ്ഡ് ഇറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം കാണാൻ പറ്റും യുവർ വാലറ്റ് ഈസ് കണക്റ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെ വാലറ്റോടെ കണക്റ്റ് ആയതിനു ശേഷം ഗോച്ചാന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈറ്റിൽ കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ട് സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു പേജാണ് ആദ്യമായിട്ട് ഓപ്പൺ ആയി വരിക. അവിടെ ഗോ ടു രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഗോ ടു രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻ്റർ യുവർ ഇമെയിൽ എന്ന് പറയുന്നുണ്ട്. സൈൻ ഇൻ ചെയ്യുന്നിടത്ത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എൻ്റെ ഒരു ഇമെയിൽ ID കൊടുക്കുകയാണ്. ഇമെയിൽ ID കൊടുത്തതിന് ശേഷം ഐ അഗ്രി വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ടിക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൊടുത്ത മെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതാണ്, ജസ്റ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ OTP നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ എൻ്റെ വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുത്തു. അതിനുശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളും നിങ്ങൾക്കുള്ള പിക്സും കാണാൻ പറ്റും. ഈ ഒരു പിക്സ് എന്ന് പറയുന്നവരുടെ ഒരു പോയിൻറ്റ് സിസ്റ്റമാണ്. ഈ പിക്സ് നമുക്ക് നമ്മളുടെ പിക്സൽവേഴ്സിൻ്റെ കോയിനായിട്ട് കൺവേർട്ട് ആവും എന്നാണ് തോന്നുന്നത്. അതിന് കൺഫർമേഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും തീർച്ചയായിട്ടും ഇതും നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കുക. ഈ പിക്സ് പോയിൻറ്റ്സ് സൈറ്റിൽ നിന്ന് കിട്ടുന്നത് അതെങ്ങനെ കളക്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ആദ്യം തന്നെ പ്രൊഫൈലിൽ പോയി എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെലഗ്രാം, ട്വിറ്റർ, അതുപോലെ തന്നെ ഡിസ്കോഡ്, ഈ 3 കണക്ട് ചെയ്യാൻ വരും. 3 200 പോയിൻറ്റ്സ് സംതിങ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. 3 കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തു. ജസ്റ്റ് ഒന്നുമില്ല, ഇവിടെ കണക്ട് ഒരു ബട്ടൺ ഉണ്ടാവും, കണക്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിലേക്ക് പോകും. ആക്സസ് ചോദിക്കും, ആക്സെപ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ട്വിറ്ററും അതേപോലെ തന്നെ ഡിസ്കോഡ് അങ്ങനെ തന്നെ ആക്സസ് ചോദിക്കും, ആക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ തന്നെ ഇവിടെ കണക്റ്റ് ആവും. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അവതാരം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അതൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളായ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു സൈഡിൽ സൈഡ് ബാർ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റെഫറൽ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്താലും ഫ്രണ്ട്സിൻ്റെ നിന്ന്
കുറച്ച് പിക്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ് ടാസ്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഗെയിം ഉണ്ടല്ലോ, അപ്പോൾ ഗെയിമിൽ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ആ ഗെയിം ഒരു യൂസറുടെ ഒപ്പം ഒരു പ്രാവശ്യം കളിക്കുക. അത് രണ്ടും ഞാൻ ചെയ്തുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ട്വിറ്റർ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും വരെ യൂട്യൂബ് വീഡിയോ പോയി ചെയ്യുക. അതിനായിട്ട് ഈ ഗോ ടു എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ട്വിറ്ററിലേക്ക് പോകും. അത് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ കുറച്ച് നേരം കഴിയുമ്പോൾ വെരിഫൈ ആവും. അതിന് 1500 പിക്സും 3000 പിക്സ് വീഡിയോ ലൈക്ക് ചെയ്യുന്നതിന്. വാലറ്റ് കണക്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വാലറ്റിൻ്റെ ബട്ടൺ കാണാം. ആ വാലറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈബിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വാലറ്റ് കണക്റ്റ് ഉണ്ട്. ഏതായാലും മതി. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ബൈബിറ്റ് എന്നുള്ളടത്ത് കണക്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈബിറ്റിൻ്റെ സൈറ്റിലേക്ക് പോകും. അവിടെ കണക്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഓക്കെ കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും കണക്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെയും 1000 പോയിൻറ്റ്സ് പിക്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ പിക്സ് ആണ് കിട്ടുക. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു എന്നതിൻ്റെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ വന്നിട്ട് ജോയിൻ ചെയ്ത് ഒന്ന് ചോദിച്ചാൽ മതി. ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാം എന്താണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ പുതിയ എന്തെങ്കിലും ഫീച്ചേഴ്സൊക്കെ വരുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബിലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി മൈനിങ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സീ യു സൂൺ, ബൈ.